ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. ആ പടകുകളിൽ ശീമോന്റേതായിരുന്ന ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് ജനക്കൂട്ടത്തെ ഉപദേശിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശബ്ദം കേട്ടിരുന്നാലും കർത്താവിനായി അല്പസമയം ചെലവഴിക്കുവാനോ ക്ലേശങ്ങൾ വഹിക്കുവാനോ ത്യാഗങ്ങൾ സഹിക്കുവാനോ തയ്യാറാകുന്നവർ ചുരുക്കമാണ്. ഗലീല കടൽ തീരത്ത് തന്റെ ചുറ്റും തിങ്ങിക്കൂടിയ 100 കണക്കിന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവിന് പ്രസംഗപീഠമൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ അടുത്ത് വല കഴുകിക്കൊണ്ടിരുന്ന ശിമോന്റെ പടകിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. രാത്രി മുഴുവൻ കടലിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മുക്കുവൻ പ്രഭാതമാകുമ്പോഴേക്കും ശാരീരികമായും മാനസികമായും തളർന്നിരിക്കും. വല കഴുകി വേഗം വീട്ടിൽ ചെന്ന് ഉറങ്ങിയെങ്കിൽ മാത്രമേ വീണ്ടും ആ സായാഹ്നം അവന് പടകുമായി മീൻ പിടിക്കുവാനായി പോകുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ തന്റെ ബുദ്ധിമുട്ടുകളൊന്നും നിരത്തിവെക്കാതെ കർത്താവിന്റെ ആവശ്യമനുസരിച്ച് അവൻ പടക് കടലിൽ ഇറക്കി. കർത്താവ് പടകിലിരുന്ന് ജനക്കൂട്ടത്തെ ഉപദേശിച്ചു. കർത്താവിന്റെ വാക്കുകൾ ജനക്കൂട്ടത്തിന് കേൾക്കുവാൻ കഴിയണമെങ്കിൽ വെള്ളത്തിന്റെ ഓളങ്ങളിൽ പടകിനെ നിശ്ചലമായി നിർത്തുവാൻ കഴിയണം. അത് ആയാസകരമായ ജോലിയാണ്. രാത്രി മുഴുവൻ ഉറക്കമിളച്ച ശീമോൻ യാതൊരു പിറുപിറുപ്പുമില്ലാതെ കർത്താവിന്റെ ഉപദേശം കഴിയുന്നതുവരെയും ഉറങ്ങി വിശ്രമിക്കുവാനുള്ള തന്റെ സമയം കർത്താവിനായി ചെലവഴിച്ചു. കർത്താവിന്റെ പ്രിയ ശിഷ്യനായി മനുഷ്യരെ പിടിക്കുന്നവനായി തീരുവാൻ ശീമോന്റെ അനുസരണവും ത്യാഗവും മുഖാന്തരമൊരുക്കി. സഹോദര സഹോദരി, അനേകമനേകം സന്ദർഭങ്ങളിൽ നിന്റെ ജീവിത പടകിൽ ഒരൽപ്പം സ്ഥലം കർത്താവ് ചോദിച്ചിട്ടില്ലേ? നിനക്ക് തന്നിരിക്കുന്ന ജീവിതത്തിന്റെ ചില നിമിഷങ്ങൾ കർത്താവിനായി ചിലവഴിക്കുവാൻ പലപ്പോഴും നിന്നോട് അപേക്ഷിച്ചപ്പോൾ അവയൊക്കെയും സമ്പന്നതയ്ക്കും സൗഭാഗ്യങ്ങൾക്കുമായുള്ള പരക്കം പാച്ചലിൽ നീ നിഷേധിച്ചിട്ടുണ്ടോ? ഈ നിമിഷങ്ങളിലെങ്കിലും നിന്റെ ജീവിത പടകിൽ പ്രവേശിക്കുവാനായി കാത്തു നിൽക്കുന്ന കർത്താവിന് ഒരൽപ്പം സ്ഥലം നൽകുമോ? യേശുവിനു വേണ്ടി നീ ത്യാഗം സഹിക്കുമ്പോൾ യേശു നിന്റെ ഒഴിഞ്ഞ പടകിനെ നിറയ്ക്കുമെന്ന് നീ മനസ്സിലാക്കുമോ? പോകാം